വെൽക്കം ടു ടൂട്ടി ടോട്ട്. ഇന്ന് നമ്മൾ കഴിഞ്ഞ ദിവസത്തിൽ നടന്ന KW ഓപ്പറേറ്ററിന്റെ എക്സാമിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യണം. അതായത് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഡിസ്കഷൻ ആണ് വരുന്നത്. ഫെബ്രുവരി 4 നടന്ന എക്സാം ആയിരുന്നു KW പമ്പ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞ എക്സാം. അപ്പൊ ഈ ഒരു എക്സാം എന്ന് പറയുന്നത് ഇലക്ട്രിക്കലും മെക്കാനിക്കലും സിലബസ് വരുന്ന ഒരു ടൈപ്പ് എക്സാം ആണ്. ചോദ്യങ്ങൾ ചോദിച്ചത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 60% ഇലക്ട്രിക്കൽ ക്വസ്റ്റ്യൻസ് ആയിരുന്നു, ബാക്കി 40% എന്ന് പറയുന്നത് മെക്കാനിക്കൽ ക്വസ്റ്റ്യൻസ് ആണ്. പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇലക്ട്രിക്കൽ എന്ന് പറയുന്നത് കുറച്ചും കൂടി സിമ്പിൾ ആയിട്ട് വന്ന ഒരു ടോപ്പിക് ആയിരുന്നു, മെക്കാനിക്കൽ എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. അപ്പൊ ഈ ഒരു എക്സാമിൽ നമ്മൾ എങ്ങനെയാണ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് ആൻസേഴ്സ് എന്നുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾ ചാലഞ്ച് ചെയ്യേണ്ട ആൻസേഴ്സ് ഏതൊക്കെയാണെന്നുള്ളതൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഇന്നത്തെ ഈ ഒരു പാർട്ടിൽ ഞാൻ എടുക്കുന്നത് ഇലക്ട്രിക്കലിന്റെ പാർട്ട് മാത്രമാണ്, മെക്കാനിക്കലിന്റെ പാർട്ട് വേറെ ഒരു സാർ എടുക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഇലക്ട്രിക്കലിന്റെ പാർട്ട് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, the unit of solid angle is the unit of solid angle. അപ്പൊ നമ്മൾ സോളിഡ് ആംഗിൾ എന്ന് പറയുന്നത് ഒരു 3 ഡയമെൻഷനിൽ കാണിക്കുന്ന ഒരു ആംഗിൾ ആണ്. ഇവിടെ ഓപ്ഷൻ എ റേഡിയൻ വന്നിട്ടുണ്ട്, ഓപ്ഷൻ ബി സ്റ്റെറേഡിയൻ, ഓപ്ഷൻ സി ഡിഗ്രീസ്, ഇങ്ങനെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. പിന്നെ നൺ ഓഫ് ദ എബോ. അപ്പൊ ഇവിടെ നോക്കുന്ന സമയത്ത് റേഡിയൻ എന്ന് പറയുന്നത് പ്ലെയിൻ ആംഗിളിന്റെ യൂണിറ്റ് ആണ്. റേഡിയൻ എന്തിന്റെ യൂണിറ്റ് ആണ്? പ്ലെയിൻ ആംഗിളിന്റെ യൂണിറ്റ് ആണ് വരുന്നത്. ഓക്കെ, സ്റ്റെറേഡിയൻ എന്ന് പറയുന്നതാണ് നമ്മുടെ സോളിഡ് ആംഗിളിന്റെ യൂണിറ്റ് ആയിട്ട് വരുന്നത്, സ്റ്റെറേഡിയൻ. ഓക്കെ, ഡിഗ്രി എന്ന് പറയുന്നത് എന്താണ്? പ്ലെയിൻ ആംഗിളിന്റെ യൂണിറ്റ് ആണ്. നമ്മൾ ഡിഗ്രി എന്നും റേഡിയൻ എന്നും പറയാറുണ്ട് പ്ലെയിൻ ആംഗിളിന്റെ യൂണിറ്റ്. അപ്പോൾ സ്റ്റെറേഡിയൻ എന്ന് പറയുന്നതാണ് നമ്മുടെ സോളിഡ് ആംഗിളിന്റെ യൂണിറ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഈസി ആയിരുന്നു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് ദ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് വാല്യൂ ഓഫ് അലൂമിനിയം അറ്റ് 20 ഡിഗ്രി സെൽഷ്യസ്? ഓക്കെ, ഇത് കുറച്ച് ഡിഫിക്കൽട്ട് ആണ്, മെറ്റീരിയൽ സയൻസ് ആണ് വരുന്നത്. അപ്പൊ ഇവിടെ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് വാല്യൂ ഓഫ് അലൂമിനിയം അറ്റ് 20 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് നമ്മൾ വാല്യൂ പഠിക്കുന്നത് 0.00403 എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂ ആണ് വരുന്നത്, ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് 0.00403. അപ്പൊ ഇത് നമ്മൾ കൺവേർട്ട് ചെയ്ത് വരുന്ന സമയത്ത് 1, 2, 3, 4 40.3 ഇൻറ്റു 10⁻⁻⁴. ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ വരുന്നത്. കുറച്ച് ടഫ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്, മനപ്പാടം പഠിച്ചു എന്ന ആൾക്കാർക്ക് മാത്രമേ ചെയ്യാൻ പറ്റൂ. ഓക്കെ, നെക്സ്റ്റ് വൺ, മെൽറ്റിംഗ് പോയിന്റ് ഓഫ് കോപ്പർ. അതും ഇതേപോലെ തന്നെ പറഞ്ഞതാണ്, മെറ്റീരിയൽ സയൻസ് ആണ്. മെൽറ്റിംഗ് പോയിന്റ് ഓഫ് കോപ്പർ എന്ന് പറയുന്നത് 1083 ഡിഗ്രി സെൽഷ്യസ് ആണ് വരുന്നത്, 1083 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഇത് രണ്ട് ഓപ്ഷൻസും നിങ്ങൾ നോക്കുന്ന സമയത്ത് വളരെ അടുത്തടുത്താണ് ഓപ്ഷൻസ് വരുന്നത്. ഇവിടെ നോക്കുന്ന സമയത്ത് 403, 403, 403, 403 ഒക്കെ ഏകദേശം ഒരേപോലെയാണ് വരുന്നത്. മെൽറ്റിംഗ് പോയിന്റ് ഓഫ് കോപ്പർ ഇതേപോലെ തന്നെയാണ്, 100ന്റെ ഡിഫറൻസ് ആണ് ഇവിടെ പറയുന്നത്. പിന്നെ 1000 ഡിഗ്രി സെൽഷ്യസ് ഉണ്ട്. ഓക്കെ, അതെല്ലാം എന്നുള്ളത് നമുക്കറിയാം. ബാക്കിയുള്ള 3 എണ്ണത്തിൽ ഏതെങ്കിലും ഒന്നാണ് ആൻസർ വരിക. ഓക്കെ, നെക്സ്റ്റ് വൺ സിമ്പിൾ ആണ്. 1 ആംപിയർ അവർ ഈസ് ഈക്വൽ ടു 1 ആംപിയർ അവർ ഈസ് ഈക്വൽ ടു 1 ആംപിയർ അവർ എന്ന് പറയുന്നത് നമ്മളെ എന്താണ്? ചാർജിന്റെ യൂണിറ്റ് ആണ് വരുന്നത്. ചാർജ് എന്ന് പറയുന്നത് എന്താണ്? Q ഈസ് ഈക്വൽ ടു IT ആണ് വരുന്നത്. ഓക്കെ, Q ഈസ് ഈക്വൽ ടു IT ആണ്. അപ്പൊ കറണ്ട് എന്ന് പറയുന്നത് നമ്മൾ ആംപിയറിൽ എടുക്കാം, ടൈം എന്ന് പറയുന്നത് സെക്കൻഡിൽ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തിൽ വരും? Q എന്ന് പറയുന്നത് കൂളോംബിലാണ് വരും. ഓക്കെ, സാധാരണഗതിയിൽ നമ്മൾ പറയുന്ന സമയത്ത് I എന്തിലെടുക്കാണ്? ആംപിയർ. ടൈം എന്ന് പറയുന്നത് സെക്കൻഡിൽ എടുക്കുന്ന സമയത്താണ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആൻസർ വരുന്നത്. അപ്പൊ ഇവിടെ 1 ആംപിയർ ഹവർ ആണ് പറയുന്നത്. 1 ആംപിയർ ഹവർ എന്ന് പറയുന്ന സമയത്ത് 1 ആംപിയറും ഇൻറ്റു 1 ഹവറും ആണ് വരുന്നത്. 1 ഹവർ ഇത് നമ്മൾ സെക്കൻഡിലേക്ക് മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഇവിടെയുള്ള ടോട്ടൽ ചാർജ് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ 1 ആംപിയർ അത് അങ്ങനെ തന്നെയാണ്, ഇൻറ്റു 1 ഹവർ എന്ന് പറയുന്നത് സെക്കൻഡിലേക്ക് ആക്കുന്ന സമയത്ത് 60 മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ മിനിറ്റ് ആവും, വീണ്ടും ഒരു 60 കൂടി മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്തായിട്ട് മാറും? സെക്കൻഡ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അതായത് 3600 3600 കൂളോം ആണ് നമ്മുടെ ആൻസർ വരുന്നത്. ഓപ്ഷൻ ബി ആണ് ആൻസർ, 3600 കൂളോം. ഓക്കെ, ദ ഷേപ്പ് ഓഫ് വാർണിംഗ് സൈൻ. വാർണിംഗ് സൈനിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് സാധാരണ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ട്രയാങ്കുലർ ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ വരുന്നത്, ഓപ്ഷൻ സി. ഓക്കെ, ഓപ്ഷൻ സി. ആകെ കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ട് വരുന്നത് 2, 3 മാത്രമാണ് നമ്മൾ ഡിഫിക്കൽട്ട് ആയിട്ട് വരുന്നത്. ഓക്കെ, ബാക്കിയുള്ളതൊക്കെ ഈസിയാണ്. യൂണിറ്റ് ഓഫ് MMF, മാഗ്നെറ്റോ മോട്ടീവ് ഫോഴ്സിന്റെ യൂണിറ്റ് ആണ് ചോദിക്കുന്നത്. മാഗ്നെറ്റോ മോട്ടീവ് ഫോഴ്സിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ആംപിയർ ടേൺ ആണ് വരുന്നത്. ഓക്കെ, ആംപിയർ ടേൺ ആണ് നമ്മുടെ മാഗ്നെറ്റോ മോട്ടീവ് ഫോഴ്സിന്റെ യൂണിറ്റ് വരുന്നത്. മാക്സ്വെൽ എന്ന് പറയുന്നത് ശരിക്കും മാഗ്നറ്റിക് ഫ്ലക്സിന്റെ യൂണിറ്റ് ആണ്. ലാംഡ എന്ന് പറയുന്നത് ലീക്കേജ് ഫാക്ടറിന്റെ കോഎഫിഷ്യന്റിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് ലാംഡ. ജൂൾ എന്ന് പറയുന്നത് എനർജിയുടെ യൂണിറ്റ് ആണ്. ആംപിയർ ടേൺസ് എന്തിന്റെ യൂണിറ്റ് ആണ്? MMFന്റെ യൂണിറ്റ് ആണ്, മാഗ്നെറ്റോ മോട്ടീവ് ഫോഴ്സ്. ഓക്കെ, വാട്ട് ഈസ് ദ പെർമിയബിലിറ്റി ഓഫ് ബിസ്മത്ത്? ബിസ്മത്ത് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ
പെർമിയബിലിറ്റി ആണ് ചോദിച്ചത്. ഇത് ചാലഞ്ച് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ്. കാരണം പെർമിയബിലിറ്റി ഓഫ് ബിസ്മത്ത് എന്ന് പറയുന്നത് ഈ ബിസ്മത്തിന്റെ റിലേറ്റീവ് പെർമിയബിലിറ്റി ലെസ് ദാൻ 1 ആണ്. കാരണം അത് ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ ആണ് ബിസ്മത്ത് എന്ന് പറയുന്നത്. ഒരിക്കലും ഓപ്ഷൻ ഡിയും ഓപ്ഷൻ സിയും വരില്ല. റിലേറ്റീവ് പെർമിയബിലിറ്റി ആണ് ചോദിച്ചതെങ്കിലാണ് ഞാൻ ആൻസർ പറയുന്നത്. റിലേറ്റീവ് പെർമിയബിലിറ്റി ഓഫ് ബിസ്മത്ത് എന്ന് പറയുന്നത് ലെസ് ദാൻ 1, അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 1 ആണ്. അങ്ങനെയുള്ള ഒരു ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ് വരുന്നത്. റിലേറ്റീവ് പെർമിയബിലിറ്റി ആണ് വരുന്നത്. റിലേറ്റീവ് പെർമിയബിലിറ്റി ശ്രദ്ധിക്കാം, റിലേറ്റീവ് പെർമിയബിലിറ്റി. അതുകൊണ്ട് ഈ 7ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്ക് എന്താക്കാം, ചാലഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് റിലേറ്റീവ് പെർമിയബിലിറ്റി ആണ് വേണ്ടത്. ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ ആണ് ബിസ്മത്ത്. അതുകൊണ്ട് റിലേറ്റീവ് പെർമിയബിലിറ്റി ഓഫ് ബിസ്മത്ത് എന്ന് പറയുന്നത് 0.99988 ആണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, ദ ലിഫ്റ്റിംഗ് പവർ ഓഫ് എ മാഗ്നറ്റ്. ലിഫ്റ്റിംഗ് പവർ ഓഫ് എ മാഗ്നറ്റ് എന്ന് പറയുന്നത് B²A/2 μ0 ആണ് വരുന്നത്. ഡെഫിനേഷൻ ആയിട്ട് നമുക്ക് പഠിക്കാം, B²A/2 μ0. ഓക്കെ, ലിഫ്റ്റിംഗ് പവർ ഓഫ് എ മാഗ്നറ്റ് എന്ന് പറയുന്നത്. 9ാമത്തത്, വിച്ച് ടൈപ്പ് ഓഫ് കപ്പാസിറ്റർ ആർ യൂസ്ഡ് ഇൻ RF കപ്ലിംഗ് സർക്യൂട്ട്. RF കപ്ലിംഗ് സർക്യൂട്ട് എന്ന് പറയുമ്പോൾ ഇലക്ട്രോലൈറ്റ് ചോദിക്കാം, ടൻഡാലം പറയാം, മോണോലിത്തിക് പറയാം. ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. പക്ഷെ ഏറ്റവും ആപ്റ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഏതാണ്? മോണോലിത്തിക് ആണ് നമ്മൾ ഏറ്റവും ആപ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. 9 ആൻസർ എന്താണ് വരുന്നത്? സി ആണ് വരുന്നത്. ഓക്കെ, ദ വോൾട്ടേജ് ഓഫ് എ സിമ്പിൾ വോൾട്ടേജ് സെൽ. നമ്മൾ ചില സമയത്ത് 1.1 വോൾട്ട് എന്ന് പറയാറുണ്ട്, സിമ്പിൾ വോൾട്ടേജ് സെൽ. ശരിയായ ആൻസർ എന്ന് പറയുന്നത് 1.1ന്റെ അടുത്ത് വരുന്നത് ഒരേ ഒരു ഓപ്ഷനുള്ള ഓപ്ഷൻ സി, 1.08 വോൾട്ട് തന്നെയാണ് വരിക. ശരിയായ ഉത്തരം 1.08 വോൾട്ട് ആണ് സിമ്പിൾ വോൾട്ടേജ് സെല്ലിന് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ. ഇനി പറയാൻ പോകുന്ന ക്വസ്റ്റ്യൻസിൽ ഇത് നമ്മൾ ജനറൽ ആയിട്ട് അറിയുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ദ സ്പീഡ് ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. സ്പീഡ് ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് നിയർ ടു ലൈറ്റിന്റെ സ്പീഡാണ് നമ്മൾ പറയാറുള്ളത്. നിയർ ടു ലൈറ്റിന്റെ സ്പീഡ് എന്താണ്? 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. അതിൽ ഇത് കിലോമീറ്റർ പെർ സെക്കൻഡിലാണ് ഇവിടെ തന്നത്. കിലോമീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ ഇത് നോക്കുന്ന സമയത്ത് 3 ലാഖിന്റെ അടുത്താക്കിയിട്ട് നമുക്ക് മാറ്റാം. 3 ലാഖിന്റെ അടുത്താക്കി നമുക്ക് മാറ്റുന്ന സമയത്ത് 3 × 10⁶ അല്ലേ ഓപ്ഷൻ എ വരുന്നത്. കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ്. കിലോമീറ്റർ എന്ന് പറയുന്നത് × 10⁵ കൂടി വരും. ഓക്കെ, പെർ സെക്കൻഡ് ആണ് നമുക്ക് വരും. സോറി, ഇത് 10⁵ ആണ്. 3 × 10⁵ × 10⁵ മീറ്റർ പെർ സെക്കൻഡിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റും. ഇത് എന്തിന് ഈക്വൽ ആയിട്ടാണ്? 10⁸. അതായത് 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. ഓപ്ഷൻ എ തന്നെയാണ് നമ്മുടെ ആൻസർ വരുന്നത്. ഓപ്ഷൻ എ തന്നെയാണ് വരുന്നത്. ഓക്കെ, ഇനി 12ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ റെസിസ്റ്റൻസ് ഓഫ് ദ ഇൻഡക്റ്റീവ് കോയിൽ ടേക്സ് 5 ആംപിയർ കറന്റ് അക്രോസ് 240 വോൾട്ട് 50 ഹെർട്സ് സപ്ലൈ അറ്റ് 0.8 പവർ ഫാക്ടർ. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് ഇൻഡക്റ്റീവ് കോയിലിന്റെ റെസിസ്റ്റൻസ് ആണ് ചോദിക്കുന്നത്. അതായത് സാധാരണ നമ്മൾ AC ത്രൂ പ്യൂർ ഇൻഡക്ടർ എന്നൊക്കെ പറയും. AC ത്രൂ RL സർക്യൂട്ട് ആണ് ഇവിടെ ശരിക്കും ഉദ്ദേശിക്കുന്നത്. ഒരു ഇൻഡക്ടർ ആണെങ്കിൽ അതിന് എന്ത് വരുന്നുണ്ട്? ഒരു റെസിസ്റ്റൻസ് വരുന്നുണ്ട്. ആ റെസിസ്റ്റൻസ് ആണ് ഇവിടെ ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ സീരീസ് ആയിട്ടുള്ള R-ഉം L-ഉം വരുന്ന ഒരു സർക്യൂട്ടാണ്. ഇതിന്റെ മൊത്തത്തിലുള്ള ഇമ്പിഡൻസ് എന്ന് പറയുന്നത്, ഇമ്പിഡൻസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇമ്പിഡൻസ് എത്രയാണ് വരുന്നത്? V/I ആണ് നമുക്ക് ഇമ്പിഡൻസ് ആയിട്ട് വരുന്നത്. ആ ഇമ്പിഡൻസ് V/I എന്ന് പറയുമ്പോൾ V 240 വോൾട്ടും 240 ഡിവൈഡ് ബൈ 5 ആംപിയർ കറണ്ടും. ഇതിന്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടും? 48 ohms കിട്ടും. 48 ohms. ഇനി റെസിസ്റ്റൻസ് അല്ലേ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത്? റെസിസ്റ്റൻസ്. അപ്പൊ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന സമയത്ത് ഇമ്പിഡൻസ് നമുക്ക് കിട്ടുന്നത് 48 ohm ആണ് വരുന്നത്. ഈ ആംഗിൾ എന്ന് പറയുന്നത് cos φ എന്ന് പറയുന്നത് എന്താണ്? cos ഇൻവേഴ്സ് 0.8 ആണ് വരുന്നത്. ഓക്കെ, ഈ ഒരു സൈഡ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ജസ്റ്റ് 48 × cos φ ചെയ്താൽ മതി, പവർ ഫാക്ടർ ചെയ്താൽ മതി. അങ്ങനെയാവുന്ന സമയത്ത് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറ്റും. 48 × 0.8 പവർ ഫാക്ടർ. 48 × 0.8 എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നത് എത്രയാണ്? ഓപ്ഷൻ സി 38.4 ohm ആണ് വരുന്നത്. ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. നിങ്ങൾക്ക് ചാലഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ആണ് ഇത്. 38 ohm ആണ് വരുന്നത്. വാട്ട് അല്ല, 38.4 ohm ആണ് വരുന്നത്. ഓപ്ഷൻ സി ആണ് ആൻസർ. ഓക്കെ, next one, 13th. In a three-phase system, if the active power is 4 kilowatt and the apparent power is 5 kilovolt ampere, calculate the reactive power. ഇത് വീണ്ടും പവർ ട്രയാങ്കിൾ വരയ്ക്കുകയാണ്. ഇമ്പിഡൻസ് ട്രയാങ്കിൾ നേരത്തെ വരച്ചതുപോലെ പവർ ട്രയാങ്കിൾ വരയ്ക്കുകയാണ്.
അപ്പാരന്റ് പവർ 5 കിലോ വോൾട്ട് ആംപിയർ, 4 കിലോ വാട്ടർ ആണ് ആക്റ്റീവ് പവർ വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ വാല്യൂ എത്രയാണെന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ഇത് എസ് ആണ്, ഇത് പി ആണ്, ഇത് ക്യൂ ആണ്. ക്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ ഇത്ര മാത്രമാണ്. ക്യൂ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് പി എസ് സ്ക്വയർ മൈനസ് പി സ്ക്വയർ. ഓക്കെ, പൈത്തഗോറസ് ട്രിപ്ലെറ്റ്സ് അറിയുന്ന ആൾക്കാർക്ക് 3, 4, 5 എന്നുള്ളത് അറിയുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് തന്നെ 3 കിലോ വോൾട്ട് ആംപിയർ റിയാക്ടൻസ് എന്ന് പറഞ്ഞിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, എന്നാലും ഞാൻ ചെയ്യാണ്. റൂട്ട് ഓഫ് 5 സ്ക്വയർ എന്ന് പറയുന്നത് 25 മൈനസ് പി സ്ക്വയർ 16. 25 മൈനസ് 16 എന്ന് പറയുന്നത് എത്രയാണ്? റൂട്ട് ഓഫ് 9. 3 കിലോ വോൾട്ട് ആംപിയർ റിയാക്ടൻസ് ആണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ്, വാട്ട് ഈസ് ദ ഡയലക്ട്രിക് സ്ട്രെങ്ത് ഇൻ കിലോ വോൾട്ട് പെർ mm ഓഫ് ആസ്പെറ്റോസ് അറ്റ് 20 ഡിഗ്രി സെൽഷ്യസ്? 20 ഡിഗ്രി സെൽഷ്യസ് 42 എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സാധാരണഗതിയിൽ ആസ്പെറ്റോസിന്റെ ഡയലക്ട്രിക് സ്ട്രെങ്ത് എന്ന് പറയുന്നത് നമ്മൾ പറയുന്നത് ഒരു 3 കിലോ വോൾട്ട് പെർ, അതായത് എയറിന്റെ ഒരു 1 ടൈംസ് അല്ലെങ്കിൽ 1.8 ടൈംസ് ആണ് പറയാറുള്ളത്. അങ്ങനെ വരുന്ന സമയത്ത് 3 അല്ലെങ്കിൽ 4.5 കിലോ വോൾട്ട് പെർ mm അത്രയൊക്കെയാണ് നമുക്ക് എന്ത് വരുന്നത്? ഡയലക്ട്രിക് സ്ട്രെങ്ത് ഓഫ് ആസ്പെറ്റോസ് വരുന്നത്. ഈ ഒരു ക്വസ്റ്റ്യനിൽ അവർ ആൻസർ തന്നത് ഏതാണ്? 42 ആണ്. ഇത് നിങ്ങൾക്ക് ജസ്റ്റ് അറിയില്ല എന്ന് തന്നെ വിചാരിക്കാം. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ചാലഞ്ച് ചെയ്യും. ഓക്കെ, 2 വാട്ട് മീറ്റർ മെത്തേഡ് ഈസ് യൂസ്ഡ് ടു മെഷർ ദ പവർ ഇൻ. 2 വാട്ട് മീറ്റർ മെത്തേഡ് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത്. 2 വാട്ട് മീറ്റർ മെത്തേഡ് ആണ് സാധാരണഗതിയിൽ നമ്മൾ യൂസ് ചെയ്യുക. സിംഗിൾ വാട്ട് മീറ്റർ മെത്തേഡ് ആണെങ്കിൽ ബാലൻസ്ഡ് കണ്ടീഷനിൽ മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റൂ. കാരണം 3 ഫേസിലും ഈക്വൽ പവർ ആണ്. എന്നാൽ മാത്രമേ ഒരു വാട്ട് മീറ്റർ യൂസ് ചെയ്തിട്ട് പവർ കണ്ടുപിടിച്ചിട്ട് 3 കൊണ്ട് മൾട്ടിപ്ലൈ അല്ലെങ്കിൽ √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി 3 വാട്ട് മീറ്റർ മെത്തേഡ് ഉണ്ട്. 3 വാട്ട് മീറ്റർ മെത്തേഡ് ആവുന്ന സമയത്തും നമുക്ക് എന്താക്കാൻ പറ്റും? ബാലൻസ്ഡ് ആണെങ്കിലും അൺബാലൻസ്ഡ് ആണെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ അവിടെ എന്തായാലും ന്യൂട്രൽ വേണ്ടി വരും. ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഏതാണ്? 2 വാട്ട് മീറ്റർ മെത്തേഡ് ആണ്. ഇതിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസും ചോദിക്കാറുള്ളത്. അപ്പോൾ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ചോദിച്ചത്. 2 വാട്ട് മീറ്റർ മെത്തേഡ് എന്ന് പറയുന്നത് അൺബാലൻസ്ഡ് ലോഡിലും നമുക്ക് പവർ കണ്ടുപിടിക്കാം. ബാലൻസ്ഡ് ആണെങ്കിൽ എന്തായാലും കണ്ടുപിടിക്കാം. അൺബാലൻസ്ഡ് കിട്ടുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ആൻസർ എന്താണ് വരുന്നത്? ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ഈസി ആയിരുന്നു. ടു മാഗ്നറ്റൈസ് എ സ്റ്റീൽ ഈസ് ഡിഫിക്കൽട്ട് ബിക്കോസ് ഓഫ് ഇറ്റ്സ്. ഒരു സ്റ്റീൽ മാഗ്നറ്റൈസ് ചെയ്യാൻ ഡിഫിക്കൽട്ട് ആണെന്നാണ് പറയുന്നത്. കാരണം എന്താണ്? ഹൈ ഡെൻസിറ്റി ആണെങ്കിൽ ഉപകാരപ്രദമാണ്. ഓക്കെ, അപ്പൊ അതല്ല വരുന്നത്. ഹൈ റീടെൻറ്റിവിറ്റി ആണെങ്കിലും നല്ലതാണ്. ഓക്കെ, ഹൈ പെർമിയബിലിറ്റി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് കടത്തിവിടാൻ പറ്റും. അപ്പൊ അതുമല്ല നമ്മുടെ ആൻസർ വരുന്നത്. നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി, ലോ പെർമിയബിലിറ്റി ആണ് വരുന്നത്. മാഗ്നറ്റിക് ഫ്ലക്സ് കടത്തിവിടാൻ ബുദ്ധിമുട്ടായിട്ടുള്ള മെറ്റീരിയൽ ആണ് ഈ സ്റ്റീൽ എന്ന് പറയുന്നത്. അപ്പൊ അത് മാഗ്നറ്റൈസ് ചെയ്യാനും ബുദ്ധിമുട്ടാണ്. ഓക്കെ, അതായത് ലോ പെർമിയബിലിറ്റി ആണ് വരുന്നത്. ലോ പെർമിയബിലിറ്റി. നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് ദ എഫക്ട് ഇഫ് വൺ സെൽ ഈസ് കണക്റ്റഡ് വിത്ത് റിവേഴ്സ് പൊളാരിറ്റി ഇൻ എ പാരലൽ കോമ്പിനേഷൻ സർക്യൂട്ട്? പാരലൽ കോമ്പിനേഷൻ സർക്യൂട്ട് ആണ്. ഒരു പാരലൽ കോമ്പിനേഷൻ സർക്യൂട്ട് ഇങ്ങനെ എടുത്തതാണ്. പാരലൽ കോമ്പിനേഷൻ എന്തെങ്കിലുമൊക്കെ വന്നോട്ടെ, ഇവിടെയൊക്കെ പല മെറ്റീരിയലും വന്നോട്ടെ. ഈ ഒരു സർക്യൂട്ടിൽ ഞാൻ എന്താക്കി? റിവേഴ്സ് പൊളാരിറ്റിയിൽ ഒരു ബാറ്ററി കണക്ട് ചെയ്തു. റിവേഴ്സ് പൊളാരിറ്റിയിൽ ബാറ്ററി കണക്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ പ്ലസും ഇവിടെ മൈനസും ആണ് വരുന്നത്. പ്ലസും മൈനസും ഡയറക്റ്റ് നമ്മൾ കണക്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിൽ ഗെറ്റ് ഷോർട്ട് സർക്യൂട്ടഡ് എന്നാണ് പറയുന്നത്. ഷോർട്ട് സർക്യൂട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈ കറണ്ട് പാസ് ചെയ്യും. ഹൈ കറണ്ട് എപ്പോൾ പാസ് ചെയ്യും? നമ്മൾ ഫേസും ന്യൂട്രലും തമ്മിൽ ഡയറക്റ്റ് കോണ്ടാക്ട് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഹൈ കറണ്ട് പാസ് ചെയ്യും. അതിനെ നമ്മൾ ഷോർട്ട് സർക്യൂട്ട് എന്ന് പറയും. അതേപോലെ തന്നെ ഡി സിയിലെ പ്ലസും മൈനസും നമ്മൾ എന്താക്കാണ്? ഷോർട്ട് ചെയ്യുന്ന സമയത്തും നമുക്ക് എന്ത് പറയാം? ഷോർട്ട് സർക്യൂട്ടഡ് എന്ന് പറയാം. അപ്പോൾ വിൽ ഗെറ്റ് ഷോർട്ട് സർക്യൂട്ടഡ് ആണ് നമ്മുടെ ആൻസർ വരുന്നത്. ഓക്കെ, the depolarizer is used in dry cell is. Depolarizer is used in dry cell. Dry cell യൂസ് ചെയ്യുന്ന ഡീപോളറൈസർ, പോളറൈസേഷൻ നടക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഇടയിൽ ഡീപോളറൈസർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് മാഗ്നറ്റിക് ഡയോക്സൈഡ് ആണ്. മാംഗനീസ് ഡയോക്സൈഡ് ആണ്. MnO2 ആണ് നമ്മുടെ ആൻസർ വരുന്നത്. ഓപ്ഷൻ എ MnO2 ആണ് വരുന്നത്. നിങ്ങൾ ആൻസർ കീ നോക്കുന്ന സമയത്ത് വാരിയൻസ് കാണാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ചാലഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്തത്, 2 batteries, each of open circuit voltage 2 voltage and internal resistance of 2 ohm are connected in parallel to supply a load of 2 ohm. The current supplied by the battery is. നമ്മൾ നോക്കുന്ന സമയത്ത് ഇവിടെ എന്താണ്? ഒരു ഇന്റേണൽ റെസിസ്റ്റൻസ് ബാറ്ററി, അടുത്ത ഇന്റേണൽ റെസിസ്റ്റൻസ് ഉള്ള സെയിം ബാറ്ററി നമ്മൾ എന്താക്കാണ്? പാരലൽ ആയിട്ട് കണക്ട് ചെയ്തിട്ട് ഒരു ലോഡിന് സപ്ലൈ ചെയ്യണം. ലോഡിന് സപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇതിന് വരുന്നത് 2 ഓം ആണ്. ഇവിടെയും 2 ഓം ആണ് വരുന്നത്. വോൾട്ടേജ് എന്ന് പറയുന്നത് 2 വോൾട്ട്, ഇവിടെയും 2 വോൾട്ട്. നമ്മൾ ലോഡായിട്ട് യൂസ് ചെയ്യുന്നത് 2 ഓമിന്റെ ലോഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് സോൾവ് ചെയ്യാം. ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത്
നോഡ് അനാലിസിസ് വെച്ചിട്ട് യൂസ് ചെയ്യണമെന്ന് വിചാരിക്കും. നോഡ് അനാലിസിസ്. അപ്പൊ ഈ നോഡ് അനാലിസിസ് വെച്ച് യൂസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ വി ആണ് വോൾട്ടേജ്. ഇന്ന് പുറത്തേക്ക് കറണ്ട് പോകുന്നത് പോലെ ഞാൻ വെച്ചു. അങ്ങനെയാണെങ്കിൽ വി മൈനസ് 2 ഡിവൈഡ് ബൈ 2 പ്ലസ് വി മൈനസ് 2 ഡിവൈഡ് ബൈ 2 പ്ലസ് വി ബൈ 2 ഈസ് ഈക്വൽ ടു 0. മൊത്തം കറണ്ട് ഞാൻ ഇങ്ങനെ എടുത്തു. എന്നിട്ട് എവിടെ നിന്ന് എന്താക്കി? വി കണ്ടുപിടിക്കുകയാണ്. വി നോക്കുന്ന സമയത്ത് 3v ആണ്. 3v മൈനസ് 4 ഈസ് ഈക്വൽ ടു 0. വി ഈസ് ഈക്വൽ ടു 4/3. ഇങ്ങനെയാണ് വന്നത്. വി ഈസ് ഈക്വൽ ടു 4/3 ആണെങ്കിൽ നമ്മളോട് ചോദിച്ചത് ഇതിലൂടെ വരുന്ന കറണ്ട്, ഒരു ബാറ്ററിയുടെ കറണ്ട് ആണ് ചോദിച്ചത്. ഓക്കെ, ഒരു ബാറ്ററിയുടെ കറണ്ട് ആണ് ചോദിച്ചത്. അല്ലെങ്കിൽ നമുക്ക് ലോഡ് കറണ്ട് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യാം. അതിന്റെ പകുതി ആയിരിക്കുമല്ലോ ഓരോ ബാറ്ററിയും തരുന്നത്. അപ്പൊ ലോഡ് കറണ്ട് എന്ന് പറയുന്നത് എന്താണ്? v/2 ആണ് നമുക്ക് ലോഡ് കറണ്ട് വരുന്നത്. ലോഡ് കറണ്ട് എന്താണ്? v/2 ആണ് വരുന്നത്. അതായത് 4/3ന്റെ പകുതി എന്ന് പറയുമ്പോൾ 2/3 ആണ്. 2/3 എന്ന് പറഞ്ഞാൽ 0.66 ആണ് വരുന്നത്. ലോഡ് കറണ്ട് വരുന്നത് 0.66 ആണ്. ഇനിയിപ്പോ നമ്മൾ നോക്കുകയാണ്, ഇവിടെ ക്വസ്റ്റ്യൻ നോക്കുന്ന സമയത്ത് 2 batteries each of open circuit voltage 2 volt and internal resistance of 2 ohm are connected in parallel to supply a load of 2 ohm. The current supplied by the battery. ബാറ്ററീസ് എന്ന് പറഞ്ഞിട്ടില്ല, ബാറ്ററി ആണ് അവർ ഉദ്ദേശിക്കുന്നത്. ഒരു ബാറ്ററി സപ്ലൈ ചെയ്യുന്ന കറണ്ട് ആണ് ചോദിക്കുന്നത്. ഓക്കെ, ഇവിടെ ഓപ്ഷനിൽ എന്തായാലും എന്തും വരുന്നില്ല, 0.66ഉം വരുന്നില്ല. ഓക്കെ, ഒരു ബാറ്ററി സപ്ലൈ ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇവിടുന്ന് 0.66 ആണ് ലോഡിലേക്ക് പോകുന്നതെങ്കിൽ ഒരു ബാറ്ററി നമുക്ക് ഇങ്ങോട്ടേക്ക് കൊടുക്കുന്ന എന്തായിരിക്കും? അതിന്റെ പകുതി ആയിരിക്കും, 0.33 ആംസ് ആയിരിക്കും വരുന്നത്. കുറച്ച് ഡിഫിക്കൽട്ട് ആണ്, ബുദ്ധിമുട്ടാണ് ചെയ്യാൻ. ഓപ്ഷൻ എ എന്ന് പറയുന്നത് 0.33 ആംസ് ആണ് വരുന്നത്. ഇനി 20ാമത്തെ ക്വസ്റ്റ്യൻ. എ 24 ohm and 8 ohm resistor are in parallel have a combined resistance of. ഏറ്റവും സിമ്പിൾ ആണ്, എല്ലാവരും പഠിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാരലൽ കോമ്പിനേഷൻ ആണല്ലോ. 24 ഓമും 8 ohm റെസിസ്റ്ററും പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത്, ഇൻ പാരലൽ കോമ്പിനേഷൻ. അങ്ങനെയാണെങ്കിൽ കമ്പൈൻഡ് റെസിസ്റ്റൻസ് എത്രയാണെന്നുള്ളതാണ് ചോദ്യം. നമ്മളിത് ചെയ്യുന്നത് 1/8 പ്ലസ് 1/24 ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 1/R ഇക്വലന്റ് കിട്ടും. കോമ്പിനേഷൻ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ കമ്പൈൻഡ് റെസിസ്റ്റൻസ് കിട്ടും. ഇത് 3/3 പ്ലസ് 1/24 ആണ് വരുന്നത്. അതായത് 4/24 1/6 ആണ് വരുന്നത്. 1/6 ആണ് ആറെങ്കിൽ ആറിന്റെ വാല്യൂ എത്രയായിരിക്കും വരുന്നത്? 6 ohm ആയിരിക്കും. 6 ohm ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി ആണ്. ഇത് ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് 4 ഓപ്ഷൻസ് നോക്കിയിട്ടുണ്ടെങ്കിൽ 8 ohമിനേക്കാളും താഴെയുള്ള റെസിസ്റ്റൻസ് ആയിരിക്കും പാരലൽ ഓപ്പറേഷൻ ആണെങ്കിൽ. അതായത് ഏറ്റവും ചെറിയ റെസിസ്റ്റൻസിനേക്കാളും ചെറുതായിരിക്കും കമ്പൈൻഡ് റെസിസ്റ്റൻസ് വരിക. 8 ohമിനേക്കാളും താഴെയുള്ള വാല്യൂ ആകെ 6 ohm മാത്രമേ ഉള്ളൂ. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരിക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മെഷർമെന്റ്സ് ആണ്. ദ കൺട്രോൾ ഫോഴ്സ് എംപ്ലോയിഡ് in an indicating instrument which can be kept in any position is. അപ്പൊ നമ്മൾ ഏത് പൊസിഷനിൽ വെച്ചിട്ടും നമുക്ക് മെഷർമെന്റ് എടുക്കാൻ പറ്റുന്ന ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റിന്റെ കൺട്രോളിംഗ് ടോർക്ക് കൊടുക്കുന്നത് ഏത് ടൈപ്പ് ആണെന്നുള്ളതാണ് ചോദ്യം. സാധാരണ നമ്മൾ കൺട്രോളിംഗ് ടോർക്ക് കൊടുക്കുന്നത് ഗ്രാവിറ്റി കൺട്രോളും സ്പ്രിംഗ് കൺട്രോളും ആണ് പറയാറുള്ളത്. അപ്പോൾ അതിൽ സ്പ്രിംഗ് കൺട്രോൾ എന്ന് പറയുന്ന ഏത് രീതിയിലും വെക്കാൻ പറ്റും. ഗ്രാവിറ്റി കൺട്രോൾ എന്ന് പറയുന്നത് നമ്മൾ വെർട്ടിക്കൽ പൊസിഷനിൽ മാത്രമേ വെക്കാൻ പറ്റൂ. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി ആണ്. സ്പ്രിംഗ് കൺട്രോൾ ആണ് നമ്മൾ അങ്ങനെ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റിന്റെ കൺട്രോളിംഗ് ടോർക്ക് കൊടുക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇഫ് ദ മീറ്റർ കോൺസ്റ്റന്റ് മെൻഷൻഡ് ഇൻ ദ മീറ്റർ ഈസ് 1500 revolution per kilowatt hour in 1 revolution the energy consumption is. അപ്പൊ മീറ്ററിന്റെ ഡയറക്റ്റ് കാര്യം പറഞ്ഞിട്ടുണ്ട്. 1 കിലോവാട്ട് അവറിന് 1500 പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഒരു റവല്യൂഷനിൽ എത്ര കിലോവാട്ട് അവർ ആയിരിക്കും ഇവിടെ ഉണ്ടാവുക എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, യൂണിറ്റ് നോക്കുന്ന സമയത്ത് ഓപ്ഷനിലുള്ള യൂണിറ്റ് നോക്കുന്ന സമയത്ത് വാട്ട് അവർ അല്ല, വാട്ട് മിനിറ്റ് ആണ്. ഓക്കെ, നമ്മൾ ആദ്യം തന്നെ എന്ത് കണ്ടുപിടിക്കാം? വാട്ട് അവർ എത്രയെന്നുള്ളത് കണ്ടുപിടിക്കാം. 1500 റവല്യൂഷൻ 1 കിലോവാട്ട് അവറിനാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു റവല്യൂഷൻ എത്രയായിരിക്കും വരുന്നത്? 1/1500 കിലോവാട്ട് അവർ ആയിരിക്കും വരുന്നത്. ഓക്കെ, കിലോവാട്ട് അവർ ആണ്. ഇവിടെ വാട്ട് മിനിറ്റ്സ് അല്ലേ? അപ്പൊ കിലോവാട്ട് അവറിനെ നമ്മൾ എന്താക്കാണ്? വാട്ട് മിനിറ്റ്സിലേക്ക് മാറ്റാണ്. ഇപ്പൊ 1/1500 കിലോവാട്ട് എന്ന് പറയുമ്പോൾ ഇൻറ്റു 10⁻³ ആയിട്ടുണ്ടെങ്കിൽ വാട്ടായി. ഹവർ എന്നുള്ളത് മിനിറ്റിലേക്ക് ആക്കാൻ ജസ്റ്റ് 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇത് ചെയ്താൽ മതി നമുക്ക് ആൻസർ. ഇവിടെ 10⁻³ ആണ്. അപ്പൊ ആ 10⁻³ 2 0 പോയി, ഒരു 10 ഇവിടെ ഉണ്ടാവും. ഓക്കെ, 60ഉം 15ലും 60ഉം 15ഉം പോകുന്ന സമയത്ത് 4 ഉണ്ടാവും.
4 × 10 എന്ന് പറയുമ്പോൾ 40 വാട്ട് മിനിറ്റ് ആണ് നമുക്ക് ആൻസർ വരുന്നത്. 40 വാട്ട് മിനിറ്റ്. ഓക്കെ, ഡബ്ല്യു എന്ന് പറഞ്ഞിട്ട് എഴുതരുത്, അത് വാട്ട് മീറ്റർ ആയി. ഓക്കെ, 40 വാട്ട് മിനിറ്റ് എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്? 40 വാട്ട് മിനിറ്റ്. ഓപ്ഷൻ എ 40 വാട്ട് മിനിറ്റ് ആണ് വരുന്നത്. ഓക്കെ, മാക്സ്വെൽ വെയിൻ ബ്രിഡ്ജ് ഈസ് യൂസ്ഡ് ഫോർ മെഷറിംഗ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇൻഡക്ടൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് മാക്സ്വെൽ വെയിൻ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ തന്നെ മെഷർമെന്റ്സ് 3 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലെ. ഓക്കെ, ദ ലൈൻ വോൾട്ടേജ് ഓഫ് എ ഡെൽറ്റ കണക്റ്റഡ് 3-phase സർക്യൂട്ട് ഈസ് 415 വോൾട്ട്. ദ ഫേസ് വോൾട്ടേജ് ഈസ്, നമ്മൾ ഡെൽറ്റ കണക്റ്റഡ് സർക്യൂട്ട് ആണ്. ഡെൽറ്റ കണക്റ്റഡ് സർക്യൂട്ട് എന്ന് പറയുമ്പോൾ അതിന്റെ ലൈൻ വോൾട്ടേജും ഫേസ് വോൾട്ടേജും എന്താണ്? സെയിം ആണ് വരുന്നത്. അപ്പൊ 415 വോൾട്ടേജ് ആണ് ഇതിന്റെ ലൈൻ വോൾട്ടേജ് എങ്കിൽ നമ്മുടെ ഫേസ് വോൾട്ടേജും എന്ത് തന്നെയായിരിക്കും? 415 വോൾട്ട് തന്നെയായിരിക്കും വരിക. ഇനി അത് നമ്മൾ സ്റ്റാർ കണക്റ്റഡ് സിസ്റ്റം ആയിരുന്നു, ലൈൻ വോൾട്ടേജ് 415 ആയിരുന്നെങ്കിൽ നമ്മുടെ ആൻസർ 240 വോൾട്ട് വന്നായിരുന്നു ഫേസ് വോൾട്ടേജ് എന്ന് പറയുന്നത്. ഓക്കെ, 25th question. In a 3-phase star connected resistive load, the resistance of each phase is 50 ohm. If one of the resistance is removed and 200 volt supply is given, the absorbed power will be. നമ്മൾ കൊടുക്കുന്നത് സ്റ്റാർ കണക്റ്റഡ് സിസ്റ്റം ആയിരുന്നു. അതിൽ നമ്മൾ സ്റ്റാർ കണക്റ്റഡ് സിസ്റ്റത്തിൽ ഒരു റെസിസ്റ്റൻസ് നമ്മളത് എന്തായി? കട്ടായി പോയി. എന്നിട്ട് നമ്മൾ ഇവിടേക്ക് കൊടുക്കുന്ന സപ്ലൈ എത്രയാണ്? 200 വോൾട്ട് ആണ്. റെസിസ്റ്റീവ് ലോഡ് ആണല്ലോ, അപ്പൊ പവർ അബ്സോർപ്ഷൻ മാത്രമാണ് നമുക്ക് ഉണ്ടാവുക. അബ്സോർബ്ഡ് പവർ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ ഓരോന്നിന്റെയും റെസിസ്റ്റൻസ് എത്രയാണ് വരുന്നത്? 50 ഓം ആണ് വരുന്നത്. അപ്പൊ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തതുപോലെയല്ലേ, അതിന്റെ വാല്യൂ എത്രയാണ് വരുന്നത്? 100 ഓം ആണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ റെസിസ്റ്റൻസ് 100 ഓമും വോൾട്ടേജ് 200 വോൾട്ടും ആണെങ്കിൽ നമ്മുടെ പവർ അബ്സോർബ് P = V²/R ആണ് വരുന്നത്. 200 × 200 / 100. ഇതിന്റെ വാല്യൂ എത്രയാണ് വരുന്നത്? 20 പോയി 200 × 2 400 വാട്ട് ആണ് വരുന്നത്. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം, 400 വാട്ട്. നെക്സ്റ്റ് 126. ഇൻ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ 4 ഫിംഗർ ഇൻഡിക്കേറ്റ്സ്. നമ്മൾ ഫ്ലെമിങ്സ് റൂൾ പറയുന്ന സമയത്ത് വിരല് മാത്രം നോക്കുക, ലെഫ്റ്റും റൈറ്റും നോക്കേണ്ട ആവശ്യമില്ല. രണ്ടിലും സെയിം ഫിംഗേഴ്സ് സെയിം കാര്യത്തിനെയാണ് കാണിക്കുന്നത്. തമ്പ് ത്രസ്റ്റ് അല്ലെങ്കിൽ ഫോഴ്സിനെയാണ് കാണിക്കുന്നത്. സെന്റർ ഫിംഗർ കറണ്ടിനെയാണ്, CC. 4 ഫിംഗർ ഫീൽഡിനെയാണ് കാണിക്കുന്നത്. 4 ഫിംഗർ ഫീൽഡ് ഡയറക്ഷൻ ഓഫ് ഫീൽഡ് കാണിക്കുന്ന ആരാണ്? 4 ഫിംഗർ ആണ്. ഓക്കെ, ഡയറക്ഷൻ ഓഫ് കറണ്ട് ഫ്ലോ എന്ന് പറയുന്നത് സെന്റർ ആണ് കാണിക്കുന്നത്. ഡയറക്ഷൻ ഓഫ് സപ്ലൈ വോൾട്ടേജ് അത് വേണമെങ്കിൽ സെന്ററിനെ തന്നെ പറയാം. മോഷൻ ഓഫ് ദ കണ്ടക്ടർ ത്രസ്റ്റ് തമ്പാണ് കാണിക്കുന്നത്. ഓക്കെ, 27. എ കറണ്ട് ട്രാൻസ്ഫോമർ സ്റ്റെപ്പ് അപ്പ്. ശരിക്കും കറണ്ട് ട്രാൻസ്ഫോമർ എന്താക്കുകയാണ് ചെയ്യുന്നത്? കറണ്ടിന് സ്റ്റെപ്പ് ഡൗൺ ചെയ്തിട്ട് വരുത്താണ് ചെയ്യുന്നത്. പ്രൈമറിയിലുള്ള കറണ്ടിന് സെക്കൻഡറിയിലേക്ക് എത്തുന്ന സമയത്ത് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കറണ്ട് കുറയുന്ന സമയത്ത് പ്രൈമറിയിലുള്ള വോൾട്ടേജ് സെക്കൻഡറിയിലേക്ക് വരുന്ന സമയത്ത് എന്താവും? വോൾട്ടേജ് കൂടുകയാണ് ചെയ്യുന്നത്. സ്റ്റെപ്പ് അപ്പ് ആണ് ഓപ്പറേഷൻ നടക്കുന്നത്. എ കറണ്ട് ട്രാൻസ്ഫോമർ സ്റ്റെപ്പ് അപ്പ് വോൾട്ടേജ് സ്റ്റെപ്പ് അപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ. ഹണ്ടിങ് ഒക്കേഴ്സ് ഇൻ. ഹണ്ടിങ് എവിടെയാണ് ഒക്കർ ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദ്യം. നമ്മുടെ ഹണ്ടിങ് എന്ന് പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ റൊട്ടേറ്റിംഗ് പാർട്ടിന്റെ ഓസിലേഷൻ ആണ് പറയുന്നത്. ഓക്കെ, അപ്പൊ സാധാരണഗതിയിൽ സാധാരണ മോട്ടറിലേക്ക് നമ്മൾ ലോഡ് കൊടുക്കുന്ന സമയത്ത് അതിന്റെ സ്പീഡ് കുറയാണ് ചെയ്യുന്നത്. അതേസമയം സിങ്ക്രണസ് മോട്ടറിലേക്ക് നമ്മൾ ലോഡ് കൊടുക്കുന്ന സമയത്ത് അതിന്റെ ടോർക്ക് എന്ന് പറയുന്നത് സ്റ്റാറ്റർ പോൾ ഫേസിനേക്കാളും ലാഗിയാണ് ചെയ്യുന്നത്. റോട്ടർ പോൾ ഫേസ് എന്ന് പറയുന്നത് പിന്നോട്ടേക്ക് വലിയാണ് ചെയ്യുന്നത്. പെട്ടെന്നുള്ള അൺബാലൻസ്ഡ് ലോഡോ അല്ലെങ്കിൽ എക്സൈറ്റേഷനുള്ള വ്യത്യാസമോ അല്ലെങ്കിൽ സപ്ലൈ വോൾട്ടേജുള്ള വ്യതിയാനമോ കാരണം ഈ റോട്ടർ എന്ന് പറയുന്നത് അതിന്റെ ശരിയായ സ്ഥാനത്തേക്ക് പോകുന്ന സമയത്ത് അതിന്റെ ഇനേഷ്യ കാരണം ഓസിലേറ്റ് ചെയ്യുന്ന പരിപാടിക്ക് വിളിക്കുന്ന പേരാണ് ഹണ്ടിങ് എന്ന് പറയുന്നത്. അത് എവിടെയാണ് ഉണ്ടാവുന്നത്? സിങ്ക്രണസ് മോട്ടറിലാണ്. റൊട്ടേഷന്റെ സമയത്താണ് വരുന്നത്, ഒരിക്കലും ട്രാൻസ്ഫോമറിൽ വരുന്നില്ല. ഓക്കെ, ഇൻഡക്ഷൻ മോട്ടറിലും DC മോട്ടറിലും ഒക്കെ സ്പീഡ് കുറയാണ് ചെയ്യുന്നത്. സിങ്ക്രണസ് മോട്ടറിൽ സ്പീഡ് കുറയുന്നില്ല, പക്ഷെ എന്തോ ഒക്കറയും? ഹണ്ടിങ് ഒക്കറയും. ഓക്കെ, ദ സിസ്റ്റം എർത്തിങ് ഈസ് ഡൺ. എർത്തിങ് എല്ലാ സ്ഥലത്തും ചെയ്യുന്നുണ്ട്, പക്ഷെ സിസ്റ്റം എർത്തിങ് എന്ന് പറയുന്ന സമയത്ത് വലിയ ജനറേറ്റിംഗ് സ്റ്റേഷൻ, പവർ സ്റ്റേഷൻ ഇവിടെയൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓപ്ഷൻ സി ജനറേറ്റിംഗ് സ്റ്റേഷൻ ആണ് ആൻസർ വരുന്നത്. ഓക്കെ, ഇനി അടുത്തത് എൻ എക്സാമ്പിൾ ഓഫ് കോൾഡ് കാഥോഡ് ലാമ്പ്. തിയറി ആണ് ചോദിക്കുന്നത്. തിയറി ഇല്ലുമിനേഷൻ ആണ് ടോപ്പിക്. കോൾഡ് കാഥോഡ് ലാമ്പ് എന്ന് പറയുന്നത് എന്താണ് വരുന്നത്? നിയോൺ ലാമ്പ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നിയോൺ ലാമ്പ്. ഓപ്ഷൻ എ നിയോൺ ലാമ്പ് ആണ് വരുന്നത്.
അടുത്തത് ഡിജിറ്റലിലേക്ക് കടക്കുകയാണ് നമ്മൾ. ഡെസിമൽ ഇക്വാലന്റ് ഓഫ് ഹെക്സാ ഡെസിമൽ നമ്പർ ഡി ഈസ്. ഹെക്സാ ഡെസിമൽ എന്ന് പറയുമ്പോൾ അതിന്റെ റാഡിക്സ് നമ്പർ 16 ആണ് വരുന്നത്. 1 2 3 4 5 6 7 8 9. അത് കഴിഞ്ഞിട്ട് വരുന്ന നമ്പേഴ്സ് എന്ന് പറയുന്നത് ആൽഫബറ്റ്സ് ആണ്. എ, ക്യാപിറ്റൽ എ, ബി, സി, ഡി, ഇ വരെ വരുന്നുണ്ട്, എഫ് വരുന്നുണ്ട്. എഫ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും എന്തിലേക്ക് പോവാണ്? 1 0 എന്ന് പറഞ്ഞിട്ട് തുടങ്ങുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മള് 9 കഴിഞ്ഞിട്ട് വരുന്നത് ശരിക്കും 10 ആയിരുന്നു നമ്മുടെ ഡെസിമലില്. ഹെക്സാ ഡെസിമൽ എന്താണ് വരുന്നത്? എ ആണ്. 11 എന്ന് പറയുന്നത് ബി ആണ്. 12 എന്ന് പറയുന്നത് സി ആണ്. 13 എന്ന് പറയുന്നത് എന്താണ്? ഡി ആണ്. അപ്പൊ നമ്പർ ഡിക്ക് റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണ്? ഡെസിമലില് 13 ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഡെസിമൽ ഇക്വാലന്റ് 13 ആണ്. 32 ടെർമിനൽസ് ഓഫ് IGBT ഇൻസുലേറ്റഡ് ഗേറ്റ്. അപ്പൊ എന്തായാലും എന്ത് വരുന്നുണ്ട്? ഗേറ്റ് വരുന്നുണ്ട്. ഓപ്ഷൻ എ വരില്ല, ഓപ്ഷൻ സിയും വരില്ല. ഡ്രെയിനർ സോഴ്സ് ഗേറ്റ്, എമിറ്റർ കളക്ടർ ഗേറ്റ്. നമ്മുടെ ആൻസർ എന്താണ് വരുന്നത്? എമിറ്റർ കളക്ടർ ഗേറ്റ് ആണ് വരുന്നത്. ജെഫെറ്റിലൊക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഡ്രെയിനർ സോഴ്സ് ഗേറ്റ് പറയാം. ഓക്കെ, ജെഫെറ്റില് നമുക്ക് ഡ്രെയിനർ സോഴ്സ് ഗേറ്റ് പറയാം. ടെർമിനൽസ് ഓഫ് IGBT എന്ന് പറയുന്നത് എമിറ്റർ കളക്ടർ ഗേറ്റ് ആണ് വരുന്നത്. സാധാരണ ട്രാൻസിസ്റ്ററിൽ ബേസിന് പകരം എന്താണ് യൂസ് ചെയ്യുന്നത്? ഗേറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഇത്രയും വ്യത്യാസം വരുന്നുള്ളൂ. ദ കപ്പാസിറ്റി ഓഫ് ട്രാൻസ്ഫോമർ ആർ റേറ്റഡ് ബൈ ഇറ്റ്സ്. ട്രാൻസ്ഫോമറിന്റെ റേറ്റിംഗ് നമ്മൾ എപ്പോഴും എക്സ്പ്രസ് ചെയ്യുന്നത് എന്തിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ KVA-ലാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. കാരണം അതിൽ പവർ ഫാക്ടർ ഡിപ്പെൻഡ് ചെയ്യുന്നത് ലോഡിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ട്രാൻസ്ഫോമർ ഒരു ലോഡായിട്ടല്ല ആക്ട് ചെയ്യുന്നത്, അത് പവർ എന്താക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ്, ട്രാൻസ്ഫോമർ ആണ്. ഓക്കെ, ഒരു ഫോർമറിലൂടെ ട്രാൻസ്ഫർ ചെയ്യാണ് പവർ ചെയ്യുന്നത്, ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ഒരിക്കലും നമ്മൾ പവർ ഫാക്ടർ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ അതിന്റെ പവർ എന്ന് പറയുന്നത് അപ്പാരന്റ് പവറിലാണ് നമ്മൾ പറയുന്നത്. അപ്പാരന്റ് പവർ ഓപ്ഷൻ സി, KVA-ലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. വിച്ച് സർക്യൂട്ട് ക്വിക്ക് റെസ്പോൺസ് ടൈപ്പ് ഡൈസ്ഡ് ഫ്യൂസ് ആർ യൂസ്ഡ്? ക്വിക്ക്, ഇത് തിയറിയാണ്. ക്വിക്ക് റെസ്പോൺസ് ടൈപ്പ് ഡൈസ്ഡ് ഫ്യൂസ് എന്ന് പറയുന്നത് നമ്മൾ ഹീറ്റിംഗ് സർക്യൂട്ടിലാണ് യൂസ് ചെയ്യുന്നത്. ഓപ്ഷൻ ബി, ഹീറ്റിംഗ് സർക്യൂട്ടാണ് വരുന്നത്. ഹൗ മെനി നമ്പർ ഓഫ് ബ്രഷസ് ആർ യൂസ്ഡ് ഇൻ വേവ് വൗണ്ട് DC ഷണ്ട് ജനറേറ്റർ? സിമ്പിൾ ആണ്. വേവ് വൗണ്ട് DC ഷണ്ട് ജനറേറ്റർ എന്ന് പറയുമ്പോൾ പാരൽ പാത്ത് വരുന്നത് എന്താണ്? A = 2 ആണ് വരുന്നത്. നമ്പർ ഓഫ് പാരൽ പാത്ത് 2 ആണെങ്കിൽ എന്തായാലും അവിടെ യൂസ് ചെയ്യുന്ന ബ്രഷസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 2 ആയിരിക്കും വരിക. ഒരിക്കലും 1 3 എന്തായാലും പറയാൻ പറ്റില്ല. ഓക്കെ, D = 6 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും നമുക്ക് പറയാൻ പറ്റില്ല. വേവ് വൈൻഡിങ് ആണ്. വേവ് വൈൻഡിങ് ആവുന്ന സമയത്ത് മിനിമം നമുക്ക് എത്രയാണ് വരുന്നത്? 2 ആണ് വരുന്നത്. ഓക്കെ, എ JFET ഈസ് എ JFET ജംഗ്ഷൻ ഫീൽഡ് എഫക്റ്റീവ് ട്രാൻസിസ്റ്റർ ആണ്. അപ്പൊ ഈ JFET യൂസ് ചെയ്യുന്നത് വോൾട്ടേജ് കൺട്രോൾ ചെയ്തിട്ടാണ് അതിലൂടെയുള്ള കറണ്ടിനെ മാറ്റുന്നത്. അപ്പൊ വോൾട്ടേജ് ഡ്രിവൺ ഡിവൈസ് ആണ് JFET എന്ന് പറയുന്നത്. കറണ്ട് ആണെങ്കിൽ അത് ട്രാൻസിസ്റ്റർ ആയിരിക്കും. സാധാരണ BJT എന്താണ്? കറണ്ട് ഡ്രിവൺ ഡിവൈസ് ആണ് വരുന്നത്. ഓക്കെ, ദ റാഡിക്സ് ഓഫ് ഡെസിമൽ നമ്പർ സിസ്റ്റം. ഹെക്സാ ഡെസിമലിന്റെ റാഡിക്സ് എന്ന് പറയുന്നത് 16 ആണ് വരുന്നത്. ബൈനറി ആണെങ്കിൽ 2 ആണ് വരുന്നത്. ഒക്ട ആണെങ്കിൽ 8 ആണ് വരുന്നത്. ഡെസിമൽ ആണെങ്കിൽ അവിടെ വരുന്നത് എത്രയാണ്? 10 ആണ് അതിന്റെ റാഡിക്സ് എന്ന് പറയുന്നത്. റാഡിക്സ് 10 ആണ് വരുന്നത്. ഓക്കെ, ഇനി നമ്മുടെ ഡിസൈൻ എസ്റ്റിമേറ്റ് ആൻഡ് കോസ്റ്റിംഗ് അല്ലെങ്കിൽ നമ്മുടെ ഇലക്ട്രിക്കൽ സിസ്റ്റത്തിന്റെ ഒരു കോഡ് അനുസരിച്ചിട്ടുള്ള മാർക്കിങ്ങിന്റെ കാര്യമാണ് ചോദിക്കുന്നത്. ആസ് പെർ BIS ദ ഷണ്ട് ഫീൽഡ് വൈൻഡിങ് ടെർമിനൽസ് ഓഫ് എ DC മെഷീൻ ഈസ് മാർക്ക്ഡ്. ഓക്കെ, ഷണ്ട് ഫീൽഡ് മാർക്ക് ചെയ്യുന്നത് നമ്മൾ E1 ആൻഡ് E2 എന്ന് പറഞ്ഞിട്ടാണ്. ആരും F1 ആൻഡ് F2 എന്ന് പറഞ്ഞിട്ട് കൺസിഡർ ചെയ്യരുത്. D1 ആൻഡ് D2 എന്ന് പറയുന്നത് ഫീൽഡ് തന്നെയാണ്, പക്ഷെ അതെന്താണ്? സീരീസ് ഫീൽഡ് വൈൻഡിങ് ആണ്. ഓക്കെ, തെറ്റിക്കാൻ ചാൻസ് ഉള്ളതാണ്. ഫീൽഡ് വൈൻഡിങ് എന്ന് വിചാരിച്ചിട്ട് D1 ആൻഡ് D2 പറയാറുണ്ട്. അപ്പൊ നമ്മൾ A1 A2 എന്ന് പറയുന്നത് ആർമേച്ചറിന്റെ റെപ്രസെന്റേഷൻ ആണ്. A1 A2 എന്ന് പറയുന്നത് ആർമേച്ചർ ആണ്. B1 B2 എന്ന് പറയുന്നത് കമ്മ്യൂട്ടേറ്റിംഗ് വൈൻഡിങ്ങിന്റെ ആണ് കാണിക്കുന്നത്. കമ്മ്യൂട്ടേറ്റിംഗ്. കോമ്പൻസേറ്റിംഗ് വൈൻഡിങ് ആണെങ്കിൽ C1 C2 എന്ന് പറഞ്ഞിട്ട് കാണിക്കും. D1 D2 എന്ന് പറയുന്നത് സീരീസ് ഫീൽഡ് വൈൻഡിങ്ങും E1 E2 എന്ന് പറയുന്നത് ഷണ്ട് ഫീൽഡ് വൈൻഡിങ്ങും ആണ്. F1 F2 എന്ന് പറയുന്നത് എന്താണ്? സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ഫീൽഡ് വൈൻഡിങ്ങിന്റെ റെപ്രസെന്റേഷൻ ആണ് വരുന്നത് F1 ആൻഡ് F2 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതെന്തായാലും നിങ്ങൾ പഠിച്ചു വെക്കുക. ഇവിടെ ആൻസർ എന്താണ് വരുന്നത്? E1 ആൻഡ് E2 ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, വി കർവ് ഓഫ് എ സിങ്ക്രണസ് മോട്ടോർ. വി കർവ് എന്ന് പറയുന്നത് ഈ ഒരു കേവ് വരുന്നതാണ്. ഈ കേവ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ മെഷീന്റെ ഫീൽഡ് കറണ്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ആർമേച്ചറിലെ കറണ്ടിന്റെ വ്യതിയാനം കാണിക്കുന്നതാണ് വി കർവ് എന്ന് പറയുന്നത്.
ഓക്കെ. ഫീൽഡ് കറണ്ട് കുറവാകുന്ന സമയത്ത് ആർമേച്ചർ കറണ്ട് കൂടുതലായിരിക്കും, കൂടുതലാവുന്ന സമയത്തും ആർമേച്ചർ കറണ്ട് കൂടുതലായിരിക്കും. കാരണം അതൊന്ന് ലീഡിങ് പവർ ഫാക്ടർ, ഒന്ന് എന്തായിരിക്കും ലാഗിങ് പവർ ഫാക്ടർ ആയിരിക്കും വരുന്നത്. IF കുറവാണെങ്കിൽ ലാഗിങ്, IF കൂടുതലാണെങ്കിൽ ലീഡിങ്. നടുവിൽ വരുന്ന ഭാഗമാണ് യൂണിറ്റി പവർ ഫാക്ടർ. ഓക്കെ. ഈ യൂണിറ്റി പവർ ഫാക്ടറിൽ ആർമേച്ചർ കറണ്ട് എന്തായിരിക്കും ഏറ്റവും മിനിമം ആയിരിക്കും. അപ്പൊ അങ്ങനെ വരുന്ന ഈ ഗ്രാഫിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വി കർവ്. ആരൊക്കെ തമ്മിലാണ്? ആർമേച്ചർ കറണ്ടും റോട്ടോർ ഫീൽഡ് കറണ്ടുമാണ്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ വരുന്നത്. ഓപ്ഷൻ ഡി.